മേയറുടെ ചടുലമായ നടപടി. CPM വിറച്ചു. BJP തുടങ്ങിയിരിക്കുന്നു പ്രതികാര രാഷ്ട്രീയം. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ആളും തിരക്കുമൊക്കെ കാണുന്നത് പതിവ് കാഴ്ചയാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു വ്യക്തതയുടെ വലിയൊരു കുറവ് പലപ്പോഴും പ്രകടമാകാറുണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒന്നും ട്രാൻസ്പെറന്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർ എപ്പോഴും ഇങ്ങനെ ഒരു മൂടൽമഞ്ഞിന്റെ പ്രതീതി പോലെ നിൽക്കും. അവിടെയാണ് പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ചുവരെഴുത്തുകൾ വായിക്കാൻ വിസമ്മതിക്കുന്ന CPM സ്വയം നിർമ്മിച്ചെടുത്ത ചില ധാരണകൾ തന്നെ അഭിരമിക്കുകയാണ് ഇപ്പോഴും. തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളിലൂടെ താൽക്കാലികമായിട്ട് ആത്മവിശ്വാസം വീണ്ടെടുത്ത കോൺഗ്രസ് ആകട്ടെ പതിവ് പോലെ ഗ്രൂപ്പ് പോരിലൂടെ ആ നേട്ടം പാഴാക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ്. അതേസമയം വോട്ട് വിഹിതത്തിൽ നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് BJP. തളർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന CPM തങ്ങൾക്കായിട്ട് വഴിമാറി കൊടുക്കുമെന്ന ഉറപ്പിലാണവർ. ഒരു പുരാതന ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരാൾ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ വിഡ്ഢി നോക്കുന്നത് ആ വിരലിലേക്കാണ് എന്ന്. കേരളത്തിലെ ഭരണപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണത് ഈ പറയുന്ന വാക്കുകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുജനം നൽകിയ താക്കീതുകളോടുള്ള ഭരണപക്ഷത്തിന്റെ പ്രതികരണ രീതി ഇതിന് അടിവരയിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർഭാഗ്യമല്ല, മറിച്ച് സ്വയം വരുത്തി വെച്ചൊരു പ്രഹസനമാണ്. നേതൃത്വ അവകാശവാദങ്ങൾ മുഴക്കുന്ന വലിയ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിശബ്ദവും കടുപ്പമേറിയതുമായ ജീർണതയാണ് അത് തുറന്നു കാട്ടുന്നത് എന്ന് മറക്കരുത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മുതൽ പാർട്ടി നേതാക്കൾ അഴിക്കുള്ളിലായിട്ടും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കളങ്കിതരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള മൗനം വരെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ധൂർത്തും പൊള്ളയായ പ്രചാരണ പദ്ധതികളും മുതൽ കേന്ദ്രം ഫണ്ട് നൽകുന്നില്ലെന്ന മുറവിളി വരെ വൈരുദ്ധ്യങ്ങൾ അത്രമേൽ പ്രകടമായിരുന്നു. ജനങ്ങൾ ഈ സൂചനകൾ കൃത്യമായി വായിച്ചു. എന്നാൽ പാർട്ടി ഒന്നുകിൽ കണ്ണടച്ചിരുട്ടാക്കി, അല്ലെങ്കിൽ ജനവികാരം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രഹസ്യ PM ശ്രീ കരാറും ഇപ്പോൾ VC നിയമനങ്ങളിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പും ജനരോഷം വർദ്ധിപ്പിക്കുകയോ ചെയ്തുള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും ഒട്ടകപ്പക്ഷിയെ പോലെ മണലിൽ തലപൂഴ്ത്തി നിൽക്കുന്ന പാർട്ടി വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ നിരത്തി ആശ്വസിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പല്ല, മറിച്ച് അവരുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് എന്ന് മറന്നു പോകരുത്. ശബരിമല സ്വർണ്ണ കവർച്ചയെ പരിഹസിച്ചുകൊണ്ടുള്ള പാരഡി ഗാനത്തോട് ഭരണകൂടം കാണിക്കുന്ന അമിത രോഷം മാത്രം മതി ഇവരുടെ അഹങ്കാരം വ്യക്തമാകാൻ. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കൾ ആ ഗാനത്തെ തള്ളിപ്പറയാൻ മത്സരിച്ചത് അത് കൃത്യം കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടതുകൊണ്ടാണ്. തികഞ്ഞ വിവേകശൂന്യതയോടെ സർക്കാർ ആ പാട്ടിനെതിരെ കേസെടുക്കാൻ അനുമതി നൽകുകയും വികാരം വ്രണപ്പെട്ടു എന്ന് വിലപിക്കുകയും ചെയ്തു. വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇടപെടുത്താൻ പോലും അവർ നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം അവരുടെ കണക്കുകൂട്ടലുകൾക്ക് വഴങ്ങിയില്ല. കേസ് നിലനിൽക്കില്ല എന്ന് വോട്ട് ലാഭം കൊയ്യാൻ ഇറക്കിയ വർഗീയ കാർഡ് തിരിച്ചടിക്കുമെന്നും കണ്ടപ്പോൾ പാർട്ടി പിൻവാങ്ങി. പക്ഷേ അപ്പോഴേക്കും സംഭവിക്കേണ്ട നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ ഗാനം ഇനി കൂടുതൽ കാലം നിലനിൽക്കും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് മാറ്റൊലി കൊള്ളുകയും മൂന്നാമൂഴമെന്ന സ്വപ്നങ്ങളെ തകർത്തെറിയുകയും ചെയ്യും. സ്വന്തം അണികളിലെ ഒരു വിഭാഗത്തെ പോലെ പൊതുജനങ്ങളും പാർട്ടിയുടെ വാദങ്ങൾ കണ്ണടച്ച് വിഴുങ്ങിക്കൊള്ളുമെന്ന് CPM നേതൃത്വം വിശ്വസിച്ചിരിക്കാം. അശ്ലീല തമാശ പോലെ തോന്നിപ്പിക്കുന്ന സൈദ്ധാന്തിക ന്യായീകരണങ്ങളുമായി വന്ന പാർട്ടി സെക്രട്ടറി ശബരിമല മോഷണ കേസിൽ ജയിലിലായ നേതാക്കളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് പാർട്ടിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ പാർട്ടിയുടെ സൗകര്യങ്ങളെക്കാൾ ദീർഘമാണ് ജനങ്ങളുടെ ഓർമ്മശക്തി. 2 പതിറ്റാണ്ട് മുമ്പ് വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ മുഖ്യ ശത്രുവായിരുന്ന VS അച്യുതാനന്ദനൊപ്പം പത്തനംതിട്ട യൂണിറ്റ് എങ്ങനെ നിലം കൊണ്ടിരുന്നു എന്ന് ജനങ്ങൾക്കറിയാം. പിന്നീട് നടന്ന മലക്കം മറിച്ചിലുകളും കൂറുമാറ്റങ്ങളും ആരാണ് ആസൂത്രണം ചെയ്തത് എന്നും അതിന് പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്കറിയാം. ചില കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ടാണ് സൗകര്യപൂർവ്വം അവ്യക്തമായി തുടരുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ നേതാക്കളെ കൈവിട്ടാൽ അവർ സത്യം വിളിച്ചു പറയുവാൻ തീരുമാനിച്ചാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് നിരപരാധിത്വം മാത്രമായിരിക്കില്ല, പല രഹസ്യങ്ങളും അന്ന് പുറത്തു വരും. അതിന്റെ പ്രകമ്പനങ്ങൾ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ വരെ ചിലപ്പോൾ എത്തിയേക്കാം. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരെ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് സംരക്ഷണത്തിൽ 2 സ്ത്രീകളെ രഹസ്യമായി ശബരിമലയിൽ എത്തിച്ചത് ഓർമ്മയുണ്ടല്ലോ. പിന്നീട് കോടതി ഉത്തരവുകൾ നിലനിൽക്കെ തന്നെ ആ നിലപാടിൽ നിന്ന് നിശബ്ദമായിട്ട് പിൻവാങ്ങിയതും പൊതുമനസ്സിൽ മായാതെ കിടപ്പുണ്ട്, മറന്നു പോകരുത്.
ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുകയും എന്നാൽ അധികം വൈകാതെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ട് തകരുകയും ചെയ്ത നവോത്ഥാന മതിലും വർഗീയ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട SNDP നേതാവ് വെള്ളാപ്പള്ളിയുമായി നടത്തിയ ശബരിമല ഉച്ചകോടി എന്ന പേരിൽ പരിഹസിക്കപ്പെട്ട വിവാദ കാർ യാത്രയും അതുമായിട്ട് ബന്ധപ്പെട്ട തുടർച്ചയായ ന്യായീകരണങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. പൊതുജന വികാരത്തെ അംഗീകരിക്കുവാനോ കണക്കിലെടുക്കുവാനോ ഉള്ള പാർട്ടിയുടെ വിട്ടുമാറാത്ത വൈമുഖ്യത്തിലേക്ക്. മന്ത്രിസഭയെപ്പോലും ഇരട്ടി നിർത്തി അതീവ രഹസ്യമായിട്ട് ആസൂത്രണം ചെയ്ത PM-ശ്രീ സംഭവത്തിൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഒരു CPM MPയെ ഇടനിലക്കാരനായി ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടിക്ക് പിന്തിരിയേണ്ടി വന്നു. CPI അപ്രതീക്ഷിതമായിട്ട് ആർജവം കാണിച്ചത് കൊണ്ട് മാത്രമാണ് അക്കാര്യം പുറത്തു വന്നത്. എന്നിട്ടും തെറ്റ് സമ്മതിക്കുവാൻ പാർട്ടി തയ്യാറായില്ല. പകരം ആ MPയെ ന്യായീകരിക്കുവാനായിരുന്നു ശ്രമം. സാധാരണ അണികളെ മാത്രമല്ല, മുതിർന്ന നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്നതാണ് പ്രസ്തുത MPയുടെ പെട്ടെന്നുണ്ടായ സ്വാധീനം എന്ന് പറയപ്പെടുന്നത്. ഡൽഹിയിലെ ഭരണകക്ഷിയുമായിട്ട് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ആഴത്തിലുള്ളതും എന്നാൽ വെളിപ്പെടുത്താത്തതുമായ ചില ധാരണകളെ പല നേതാക്കളും സ്വകാര്യമായിട്ട് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ VC നിയമനങ്ങളുടെ കാര്യത്തിലുണ്ടായ സമീപകാലത്തെ ഒത്തുതീർപ്പുകൾ ഈ ഭയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. മുമ്പ് തങ്ങൾ നഖശിഖാന്തം എതിർത്ത ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പോൾ വൈസ് ചാൻസലറായി നിയമിച്ചതിനെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് പാർട്ടി. പാർട്ടിയുടെ പ്രിയപ്പെട്ട ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതിനാലാണ് അന്ന് അവരെ എതിർത്തത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. പാർട്ടിയുടെ ആജ്ഞകൾ അനുസരിച്ചതിന്റെ പേരിൽ ഒരു രജിസ്ട്രാറെ പുറത്താക്കി. അതുവരെയും അംഗീകരിക്കാനാവില്ല എന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ച വ്യക്തിയെ പിറ്റേ ദിവസം ഗവർണറുമായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു ചായ സൽക്കാരത്തിന് ശേഷം VC ആയി നിയമിച്ചതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പാർട്ടി കുഴങ്ങുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത മലക്കം മറിച്ചിൽ ബന്ധപ്പെട്ട 2 മന്ത്രിമാരെ പോലും അമ്പരപ്പിച്ചു എന്നതാണ് സത്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഗീർവാണങ്ങൾക്കിടയിൽ തന്നെ ഒരു പാരഡി ഗാനത്തോടുള്ള ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചത് വൈരുദ്ധ്യങ്ങളുടെ അറ്റമായിട്ട് തീർന്നു. സെൻസർ ബോർഡ് വിലക്കിയ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേൽ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ആ നിലപാട് നിശബ്ദമായിട്ട് വിഴുങ്ങി. ആദർശങ്ങൾ ഇവർക്ക് സൗകര്യപൂർവ്വം വിഴുങ്ങുവാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു. BKN ഒരു നേതാവിനെ സ്വകാര്യമായിട്ട് ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്: വാക്കിന് +1, പ്രവൃത്തിക്ക് -1. ഇതിനൊപ്പം ടോൾസ്റ്റോയുടെ വാക്കുകൾ ക്രൂരമായിട്ടുള്ള കൃത്യതയോടെ അദ്ദേഹം ചേർത്ത് വായിക്കുകയും ചെയ്തു. മനുഷ്യരെപ്പോഴും ഔന്നത്യത്തെക്കുറിച്ചും വിവേകമില്ലായ്മയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എന്താണ് ശരിയെന്നവർ ഒരിക്കലും മനസ്സിലാകില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ സൂചന നൽകിയത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഇനി മുതൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം BJP നയിക്കുന്ന NDA-യും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും കേരളത്തിലെന്നും CPM വൈകാതെ പ്രസക്തിയില്ലാത്തവരായി മാറുമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവചനം. വിരോധാഭാസം എന്ന് പറയട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യുടെ വോട്ട് വിഹിതത്തിൽ നേരിയ ഇടിവ് സംഭവിച്ചപ്പോൾ UDF ആത്മവിശ്വാസത്തോടുകൂടി കുതിച്ചുയർന്നുവെങ്കിലും ആ മുന്നേറ്റം നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിലെ അവസാനിക്കാത്ത പടലപ്പിണക്കങ്ങൾ ആ ആവേശത്തെ സാവധാനം ചോർത്തിക്കളഞ്ഞു. വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു സന്ദർഭത്തെ അവർ വെറുതെ പാഴാക്കിക്കളഞ്ഞു. CPM ആകട്ടെ തങ്ങളുടെ സ്വന്തം കരുത്തിലല്ല, മറിച്ച് എതിരാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ബലഹീനതകളിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അഭിമാനത്തോടു കൂടി കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അഭിമാന നേട്ടമുണ്ടാക്കിയത് BJP ആണ്. അനന്തപുരിയിൽ അവരുടെ മേയർ ചടുലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വരെ നിങ്ങൾ കണ്ട ഒരു രീതിയല്ല ഇപ്പോൾ BJP-യും NDA-യും മുന്നോട്ട് വെക്കുന്നത്. അവരുടെ അധികാര രാഷ്ട്രീയം എന്താണ് എന്നവർ വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ മേയർ VV രാജേഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ NDA-യുടെ പുതിയ സംവിധാനം, അതായത് നഗരസഭ എങ്ങനെ ഭരിക്കണമെന്ന അവരുടെ കൃത്യമായ ഇടപെടലുകൾ, അതിൽ ആദ്യത്തെ ആണി അടിച്ചത് VK പ്രശാന്തിനാണ് എന്നുള്ളതാണ്. തുടങ്ങിയിരിക്കുന്നു അത്തരത്തിലുള്ള BJP-യുടെ പ്രതികാര രാഷ്ട്രീയം. ഇനി അഴിയെണ്ണാം ഓരോരുത്തർക്കായിട്ട്. അതായത് ആര്യ രാജേന്ദ്രൻ അടക്കം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നും എങ്ങനെയാണ് അവർ ഈ നടക്കാതെ പോയ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ കരാർ കൊടുത്തിരുന്നു എന്നുള്ള തരത്തിലുള്ള ചീട്ടുകൾ നൽകി വലിയ തുകകൾ എഴുതി സംഭാവിച്ചതും അതിനകത്തെ അഴിമതി അടക്കമുള്ളവയും തുറന്നു കാട്ടേണ്ടി വരുന്നു. മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 20, 25, 30 വർഷത്തോളം ഈ നഗരസഭയെ ഭരിച്ചു മുടിച്ചതിന്റെ കണക്കുകൾ, ഇനി അതിലേക്കുള്ള യാത്രയാണ് ഈ NDA നടത്താൻ പോകുന്നത്, NDA-യുടെ മേയർ നടത്താൻ പോകുന്നത്. ആ ഇവരുടെ ഇടപെടൽ, BJP-യുടെ ആ ഇടപെടൽ എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.
ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, അവരിൽ ആരൊക്കെ ജയിലഴികളിലേക്ക് പോകും, ജയിലറകളിലേക്ക് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശിഷ്ടജീവിതം ജയിലിനകത്തായിരിക്കുമോ ആര്യ രാജേന്ദ്രന് എന്നുള്ളത് കാത്തിരുന്ന് കാണുക.